ലാലേട്ടനായിട്ടൊരു മൂവി നമുക്ക് പ്രതീക്ഷിക്കാവോ? ഉറപ്പായിട്ടും. എല്ലാ നാറുകളും ഉണ്ടല്ലോ. ഇത്രയും വൃത്തികെട്ടൊരു നിർമ്മാതാവ് എന്ന് പറയുമ്പോ ഇത്രയും മണ്ടനായ മണ്ടനായൊരു ചേട്ടന്റെ പേര് അതുപോലെ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. അത് അപ്രൂവ് ചെയ്യണമെങ്കിൽ അവൻ എന്ത് ബുദ്ധിയുണ്ടാവും? ഇതിപ്പോ പൊക്കി പറയാണോ കളിയാക്കണോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇല്ല, അതാ നല്ലത്. പഴയ ലാലേട്ടൻ, ശ്രീനിവാസൻ ചേട്ടൻ. റെഫറൻസസ് എടുത്തിട്ടുണ്ട്. ആ സമയത്തുള്ള കുറച്ച് ഇൻസിഡൻസ് നമ്മുടെ സിനിമയിൽ വന്നിട്ടുണ്ട്. ഉദയനാണ് താരത്തിന്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് എന്ന് തന്നെ പറയാം. ഓരോ തവണയും പടച്ചവനെ വിളിച്ചിട്ടാണ് പടം ചെയ്യുന്നത്. പേഴ്സണൽ ലൈഫ് നന്നായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ. ഈ മൂവിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? പുള്ളിയുടെ അടുത്ത ഫ്ലൈറ്റ് മാറ്റണമെങ്കിൽ ഇത്രയാവും. അതാ നിനക്ക് വേണം. അത് നീ മര്യാദക്ക് ഡ്രസ് ഇട്ട് ഇറങ്ങണോ? നീ ആലോചിച്ചിട്ടോ ഇപ്പൊ പറയണം. മലയാള സിനിമ കാണാൻ ആൾക്കാർ തിയേറ്ററിൽ വരൂല. ഇനി OTT-ലെ ആൾക്കാർ പടം കാണുള്ളൂ. ഫാമിലി തിയേറ്ററിലേക്ക് വരില്ല. ഇപ്പൊ എന്താ നടക്കുന്നത്? ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഇമ്പാക്ട് ഒരിക്കലും കിട്ടും. ഫോണിലേ പടം കാണരുത്. രോദനമാണത്. ഫോൺ കണ്ടുപിടിച്ച സാധനമല്ല, ഫോൺ ചെയ്യാനാണ്. വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ടീസറും ട്രെയിലറും കറക്റ്റ് ആണെന്ന് അറിയില്ല. അതൊക്കെ കാണുമ്പോഴേക്ക് പഴയ ലാലേട്ടൻ, ശ്രീനിവാസൻ ചേട്ടൻ, ശങ്കർ ചേട്ടൻ അവരുടെയൊക്കെ ഒരു റെഫറൻസ് ഒക്കെ ഇവരുടെ പല ലുക്കിലും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പഴയ ഒരു കാലം ആയതുകൊണ്ട് തന്നെ. അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ ഈ ഒരു മൂവിയിൽ? അങ്ങനെ അവരുടെ എന്തെങ്കിലും ഒരു റെഫറൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തോ ഉണ്ട്. നമ്മൾ ആരെയും അങ്ങനെ ബയോഗ്രഫി പോലെ പോയിട്ടില്ല. എന്നാലും റെഫറൻസസ് എടുത്തിട്ടുണ്ട്. ഇല്ലാന്ന് പറയുന്നില്ല. ഓരോരുത്തരുടെ ലുക്കിനും നമുക്കിങ്ങനെ ഇന്നാളെ പോലെ എന്നൊക്കെയുള്ള റെഫറൻസസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ സമയത്തുള്ള കുറച്ച് ഇൻസിഡൻസ് നമ്മുടെ സിനിമയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ആരുടെയും പേരില്ല. പിന്നെ അതിനേക്കാളും ആരുടെയും ലൈഫ് അങ്ങനെ കോപ്പി ചെയ്തിട്ടില്ല. നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ഇവരെ കുറിച്ചാണ് അങ്ങനെ തോന്നും. അന്നത്തെ കാലത്ത് ജീവിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് ആരും തമ്മിൽ നടന്നിട്ടുള്ള ഇൻസിഡന്റ് ആണ്, ഇതെന്താണ്, അപ്പൊ അവർക്കത് അറിയാൻ പറ്റും. അവരുടെ അടുത്താണ് നമ്മളത് കേട്ടിട്ടുള്ളത് പല കാര്യങ്ങളും. അപ്പോൾ പക്ഷെ ഒരു പർട്ടിക്കുലർ വ്യക്തിനെ പിടിച്ചിട്ടല്ല പോയിട്ടുള്ളത്. കുറെ മൊമെന്റ്സ് ഉണ്ട്. അപ്പൊ ഇതിപ്പോ ഇവരുടെയൊക്കെ ഒരു ചില റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും നമുക്ക് വിനീതേട്ടന് ലാലേട്ടനായിട്ടൊരു മൂവി നമുക്ക് പ്രതീക്ഷിക്കാവോ? ഉറപ്പായിട്ടും. എപ്പോഴെങ്കിലും അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന. എനിക്ക് വലിയ ആഗ്രഹമുള്ള അത് പ്രൊഡ്യൂസ് ചെയ്യും. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇവര് രണ്ടുപേരും, ലാലങ്ങളും മമ്മൂട്ടിയങ്ങളും പിന്നെ രാജു ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ്. വർക്ക് ചെയ്യണം, ആരാധനയുള്ള ആൾക്കാരാണ്, വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൈൻഡിലുണ്ടോ ഇവരെയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സ്ക്രിപ്റ്റോ ഒക്കെ? എനിക്കൊരു തൃപ്തി വരുന്ന രീതിയിൽ ആയിട്ടില്ല. ഓക്കെ, എന്നാലും നമുക്കൊരു 1 or 2 ഇയറിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സാധ്യത കുറവാണ്. അത് കാരണം അങ്ങനെ തൃപ്തി വരുന്ന ഒരു സബ്ജക്റ്റിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. ഞാനൊരു കഥ ആലോചിക്കുമ്പോൾ തന്നെ ഞാനൊരു 3-4 കൊല്ലം ജനറലി അതിങ്ങനെ കൊണ്ട് നടക്കാറുണ്ട്. എന്നിട്ടാണ് അങ്ങനെ ആയിട്ടില്ല. രാജുവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായി. എങ്ങനെ ആടുജീവിതം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആടുജീവിതം കാണണം. കണ്ടില്ല അല്ലേ? ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടായിരുന്നു. ഭയങ്കര ഒരു എഫേർട്ടും അത് ഭയങ്കരമായിട്ട് രാജുവേട്ടൻ ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് എല്ലാം കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ പടം കഴിഞ്ഞ് ഞാൻ ചേട്ടനെ വിളിച്ചിരുന്നു. ചേട്ടാ എന്താ ഇത് ഒരു മാജിക് പോലെ, കാരണം അത്രയ്ക്കൊരു ട്രാൻസ്ഫോർമേഷനാണ് രാജുവേട്ടൻ ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ ആക്ച്വലി പ്രൗഡായിരിക്കണം. കാരണം ഇപ്പം ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, ഫെബ്രുവരി ഒരു 4 പടങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇറങ്ങി. 3 അതും ബാക്ക് ടു ബാക്ക് ബ്ലോക്ക് ബസ്റ്റേഴ്സാണ്. അത് കഴിഞ്ഞ് 4th ഫിലിമാണ് ഇതും കണ്ടിന്യൂസ് ആയിട്ട് പോവുക. സോ നമ്മുടെ ലാംഗ്വേജിലെ പടങ്ങളെല്ലാം ഇപ്പം ചെന്നൈ ആണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും ഈവൻ നോർത്തിലെല്ലാം അറ്റ് ദ സെയിം ടൈം നന്നായിട്ട് പോകുന്നുണ്ട്. അതിൽ ആക്ച്വലി അടുത്ത റിലീസായിട്ട് വരണ ഞങ്ങളും നമ്മുടെ ഫ്രണ്ട്സിന്റെ പടങ്ങളും എല്ലാം വരുമ്പോൾ നമുക്കത് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നുന്നുണ്ട്. കഴിഞ്ഞ വർഷം എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്? മലയാള സിനിമ കാണാൻ ആൾക്കാർ തിയേറ്ററിൽ വരൂല. ഇനി OTT-ലെ ആൾക്കാർ പടം കാണുള്ളൂ. ഫാമിലി തിയേറ്ററിലേക്ക് വരില്ല. ഇപ്പൊ എന്താ നടക്കുന്നത്? അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. നമ്മളെല്ലാവരും തിയേറ്ററിന് വേണ്ടിയിട്ട് OTT-ൽ കാണുന്ന പടം എന്ന് പറയുന്നത് പകുതി പടമാണ് അല്ലേ? അതൊരു കഥ മനസ്സിലാക്കാം, ഓവറോൾ കാണാം. പിന്നെ നമുക്ക് ഒരിക്കൽ കണ്ട പടം റീവിസിറ്റ് ചെയ്യാനൊക്കെ OTT ബെസ്റ്റ് ഓപ്ഷനാണ്.
തിയേറ്റർ എന്ന് പറയുന്നത് എപ്പോഴും തിയേറ്ററാണ്. ആ ഒരു ശരി, ചില കോമഡീസ് ഒക്കെ ചിലപ്പോൾ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കണ്ട് ചിരിക്കുന്നവര് നമ്മൾ വീട്ടിൽ വന്നിട്ടേ പിന്നെ നമ്മൾ വേറെ ആൾ പറയുമ്പോൾ അതെ അത് കിട്ടാറില്ല. നമ്മൾ വീട്ടിലിരുന്ന് കാണുമ്പോൾ നമുക്ക് അത് വർക്കാവില്ല. എന്നിട്ട് ഈ പടം എന്താ ഇത്രയും പറയുന്നത് എന്നുള്ളത് തോന്നും. ഞാൻ ജാനേമനൊക്കെ തിയേറ്ററിൽ കണ്ടിരുന്നു, അപ്പോൾ ഭയങ്കര ഇതായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ട് പിന്നീട് OTT കണ്ടവരൊക്കെ ചോദിച്ചാൽ അത്രയ്ക്ക് ഉണ്ടോ? ജാനേമൻ തിയേറ്റർ ഫിലിമാണ്. തിയേറ്റർ ഫിലിമാണ് ജാനേമൻ, രോമാഞ്ചം എല്ലാം തിയേറ്റർ ഫിലിമാണ്. എന്നാത്താൻ കേസോട് എല്ലാം അതൊക്കെ ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇമ്പാക്ട് ഒരിക്കലും കിട്ടും. ഫോണിലേ പടം കാണരുത്. OTT ആണെങ്കിലും ബിഗ് സ്ക്രീനിൽ കാണണം. ഫോണിൽ പടം കാണരുത്. ഫോൺ വിളിക്കാനുള്ളതാണ്, പടം കാണാനുള്ളതല്ല. രോദനമാണത്. ഫോൺ പടം കണ്ടുപിടിച്ച സാധനമല്ല, ഫോൺ ചെയ്യാനാണ്. അയ്യോ, നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാ? ലൈക് വിനീതേട്ടൻ ഒരു മൂവിയുടെ സ്ക്രിപ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ലൈക് അത് പെട്ടെന്ന് തന്നെ ഓക്കെ പറയണ്ടോ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത്? നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവിടെ അങ്ങനെ വരണമെന്നില്ല. ഞങ്ങള് ഡെയിലി അല്ലെങ്കിലും സംസാരിക്കാറുള്ളത്. ഞങ്ങളൊരു 5-6 കൊല്ലമായിട്ട് അല്ലെ, തട്ടത്തിൻ മറയത്തെ സമയം തൊട്ടേ നമ്മൾ സിനിമ ആ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. പിന്നെ ഹൃദയം പ്രോജക്റ്റ് വന്നപ്പം ഹൃദയത്തിന്റെ കാര്യങ്ങൾ മൊത്തം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഹൃദയം സക്സസ് ആയി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയാന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ റൈറ്റ് ഫ്രം ദ തോട്ട്സ് വിനീതെല്ലാം ഡിസ്കസ് ചെയ്യുമായിരുന്നു. സോ എനിക്കിത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട് ടിൽ നൗ. അപ്പം വിനീതായിട്ടൊരു കംഫർട്ട് സോൺ ഉണ്ട് മൊത്തത്തിൽ. അതുകൊണ്ട് ഐ എം ഹാപ്പി. എന്നെ എടുത്ത് വെളി കളയണ വരെ ഞാൻ ഇവിടെ നിൽക്കും. വിനീതേട്ടൻ ഏതൊരു മൂവി എന്നാലും ആദ്യം ലൈക്ക് ആ ഒരു പ്രൊഡ്യൂസിങ്ങിന് വേണ്ടിയിട്ട് കാണുന്നത് വിശാഖേട്ടനെ തന്നെയാണോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ, ഇപ്പൊ നമ്മള് ഹൃദയം തൊട്ട് നമ്മളിങ്ങനെ വിശാഖനും കംഫർട്ടബിൾ ആണ്. പിന്നെ നമ്മൾ തമ്മിൽ കുറേ വർഷത്തെ ഒരു സൗഹൃദം ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളും ഇപ്പൊ ഈ പടത്തിൽ എസ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് ജോലി വിശാഖ് ഇതിനകത്ത് ഞാൻ ചെയ്യേണ്ട ജോലി അടക്കം വിശാഖ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഡബ്ബിംഗ് ഒക്കെ ഇപ്പോൾ നമുക്ക് കുറേ പേര് ചെന്നൈയിൽ നിന്നുള്ള ആക്ടേഴ്സ് ഉണ്ട്, കുറേ പേര് നമുക്ക് എറണാകുളത്തുണ്ട്. അപ്പം ഞാൻ ചെന്നൈയിൽ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കംപ്ലീറ്റ് ആക്ടേഴ്സിൻ്റെ കോർഡിനേഷൻ, ഏത് സമയത്ത് ഏതാൾ വരണം, 9 മണി തൊട്ട് 11 മണി വരെ ഇന്ന ആൾ, 11:30 തൊട്ട് 1 മണി വരെ ഇന്ന ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചാർട്ട് ചെയ്യുമായിരുന്നു വിശാഖ്. കാരണം വിശാഖിന് ഞാൻ വർക്ക് ചെയ്യുന്ന പേസ് അറിയാം, ക്യാരക്ടർ ഓരോ ക്യാരക്ടറിൻ്റെ ലെങ്ത് എത്രയുള്ളതെന്ന് അറിയാം. അപ്പോൾ അത് വെച്ച് വിശാഖിന് ചാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്ന ആൾ വന്നു കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഡബ് ചെയ്ത് പോകും. അവരുടെ സ്പീഡ് അറിയണം, പടത്തിൽ അവരുടെ ക്യാരക്ടറിനുള്ള ലെങ്ത് അറിയണം, ഇതെല്ലാം വിശാഖിന് അറിയാം. അപ്പോൾ അങ്ങനെ കുറേ ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇറക്കി. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ കുറേ കാര്യങ്ങൾ രഞ്ജേട്ടനും വിശാഖും കൂടിയാണ് ചെയ്യുന്നത്. പോസ്റ്റ് ഡിസൈൻ മൊത്തം വിശാഖാണ് നോക്കുന്നത്. എനിക്ക് ജസ്റ്റ് കൺഫർമേഷന് വേണ്ടിയിട്ട് അയച്ചേ ഉള്ളൂ. ഞാൻ കംപ്ലീറ്റ്ലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈൻ അങ്ങനത്തെ ഏരിയയാണ് ഞാൻ നോക്കുന്നത്. പോസ്റ്റേഴ്സ് മൊത്തം, ബാക്കി ഹോർഡിങ്സ് കാര്യങ്ങളെല്ലാം വിശാഖ നോക്കുന്നത്. അങ്ങനെ അപ്പോൾ ഒരു പാർട്ട്നേഴ്സിനെ പോലെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഈ മൂവിയിൽ ആക്ട് ചെയ്തിട്ടുണ്ടല്ലേ? ആക്ച്വലി ത്യാഗരാജൻ മാസ്റ്ററുടെ മോൻ ചെയ്യാനിരുന്ന ഒരു സാധനമാണ്. രവി ത്യാഗരാജൻ, ത്യാഗരാജ മാഷ മോനാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റൺ സീക്വൻസ് ഉണ്ട് ഇതിൽ, 70s ഫൈറ്റ്. അപ്പോൾ അത് രവിയണ്ണാണ് ചെയ്തത്. അപ്പോൾ രവിയണ്ണ അഭിനയിക്കേണ്ട ഒരു പോർഷൻ ഉണ്ടായിരുന്നു ഇതിൽ. പെട്ടെന്ന് പുള്ളിയുടെ ഫ്ലൈറ്റ് ടൈം ആയപ്പോഴേക്കും പുള്ളിക്ക് പോണ്ടി വന്നു. ഞങ്ങൾ ആ സമയത്ത് ഇത് ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ മൊത്തത്തിൽ ഒരു റെട്രോ ലുക്കുള്ള ആളാരാ വിശാഖ്. ഒരു ക്യാപ്പ് കൊടുത്തു. ഇല്ല, എൻ്റെ അടുത്ത് വിളിച്ച് നേരെ വന്നിട്ട് പറഞ്ഞു, പുള്ളിയുടെ അടുത്ത ഫ്ലൈറ്റ് മാറ്റണമെങ്കിൽ ഇത്രയാവും, അതാ നിനക്ക് വേണം, അത് നീ മര്യാദയ്ക്ക് ഡ്രസ് ഇട്ടിറങ്ങണോ, നീ ആലോചിച്ചിട്ടോ ഇപ്പൊ പറയണം. ഒരുപാട് പൈസ ലോസ് ആയതുകൊണ്ട് വേഗം ഞാൻ സമ്മതിച്ചില്ല. ഇവനോട് പറഞ്ഞ ഇവൻ എന്ത് മനസ്സിലാവോ അത് പറഞ്ഞു. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നോക്കിയില്ല. നമ്മൾ നേരെ എന്ന് ചോദിച്ചു, ഇത് എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഫ്ലൈറ്റ് ഈ നൈറ്റ് ഫ്ലൈറ്റിന് ഇത്രയും കാശുണ്ട്, അന്നത്തെ ദിവസമാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്, അത് വേണോ അതോ നീ അഭിനയിക്കാൻ ഞാൻ അഭിനയിച്ചോളാം. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ നാറുകളും ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇത്രയും വൃത്തികെട്ടൊരു അതുപോലെ തന്നെ വേറൊരു സംഭവം എന്നതുണ്ട്, ഇത്രയും വൃത്തികെട്ടൊരു നിർമ്മാതാവ് എന്ന് പറയുമ്പോ ഇത്രയും മണ്ടനായ സോറി ഇത്രയും ചിരിച്ചോണ്ടാണ് സോറി സോറി നല്ല
ഇംഗ്ലീഷ്. അടുത്ത സിനിമയിൽ എന്നെ ഡബ് ചെയ്യാൻ. അല്ല, ഇത്രയും മണ്ടനായൊരു എന്ന് പറയുമ്പോഴും ചേട്ടന്റെ പേര് അതുപോലെ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. അത് അപ്രൂവ് ചെയ്യണമെങ്കിൽ അവൻ എന്ത് ബുദ്ധിയുണ്ടാവും, അത് ആലോചിച്ച് നോക്ക്. അവൻ മണ്ടനായിരുന്നെങ്കിൽ അവനെ സമ്മതിക്കൂലല്ലോ. ദിസ് വിൽ സെൽ. മനസ്സിലാവും, ഒരു കൺഫ്യൂഷനിലിരിക്കുക. ഒന്നുമില്ല, ഇതൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത കാര്യം. ഇതിപ്പോ പൊക്കി പറയാണോ കളിയാക്കണോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇല്ല, അതാ നല്ലത്. ഇപ്പൊ അതുപോലെ ഇപ്പൊ ശ്രീനിവാസൻ ചേട്ടനെ അവരുടെയൊക്കെ റെഫറൻസ് ഉണ്ടല്ലോ. അച്ഛനെ കാണിച്ചിരുന്നോ നമ്മുടെ മൂവി? ഇല്ലില്ല, പടം കാണിച്ചിട്ടില്ല. പടം ഇനി തിയേറ്ററിൽ ഇറങ്ങിയിട്ട് കണ്ട് നമുക്ക് അങ്ങനെ ആരെയും പടം കാണിക്കാനുള്ള എപ്പോഴും നമ്മൾ പ്രിവ്യൂ ഷോസ് വെക്കാറില്ല. ഇല്ല, എൻ്റെ ഒരു പടത്തിനും ഇതുവരെ പ്രിവ്യൂ ഷോ വെച്ചിട്ടില്ല. തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് അത് വേറെ ഫീലാ. ബാക്കി അല്ലാതെ നമ്മൾ നമ്മുടെ എന്താ പറയുക OTTക്ക് വേണ്ടിയിട്ട് പടം കാണിച്ചപ്പോഴും നമ്മുടെ കുറച്ച് കൂട്ടുകാരെ നമുക്കൊരു ജഡ്ജ്മെന്റ് കിട്ടാൻ വേണ്ടി കാണിച്ചപ്പോഴൊക്കെ അവർക്കൊക്കെ സംഭവം ഹാപ്പിയാണ്. ഇനി ഒരു കാര്യം കൂടെ, നമുക്ക് പ്രണവ് മോഹൻലാൽ അടുത്തൊരു മൂവി വിനീതേട്ടന്റെ കൂടെ തന്നെ ആയിരിക്കോ? അല്ല, അപ്പു ഇപ്പൊ 2-3 ഡയറക്ടേഴ്സുമായിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അവൻ കുറച്ച് പടങ്ങൾ ചെയ്യണം എന്നാ. അപ്പോൾ ചെയ്യട്ടെ. നമുക്കിപ്പം നോർമലി ഒരു ഡയറക്ടേഴ്സിന് നമ്മളൊരു ഈ ഒരു ഡയറക്ടറിന്റെ മൂവി ആകുമ്പോഴേക്കും നമുക്കൊരു ഒരു ട്രസ്റ്റ് കാണും, ഈ ഒരു മൂവി സക്സസ് ആകും. അങ്ങനെ ഒരു ബ്രാൻഡാണ് ശരിക്കും പറഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ. അങ്ങനെ ഒരു ബ്രാൻഡ് വരുന്നതിൽ ഒരു ടെൻഷൻ ഉണ്ടോ? ലൈക്ക് ആളുകൾക്ക് അത്രയും ഒരു വിശ്വാസം ഉണ്ടല്ലോ, അപ്പൊ അതില് നമുക്കൊരു മൂവി എടുക്കുന്ന സമയത്ത് അപ്പൊ ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? ആളുകൾ ഓവർ എക്സ്പെക്ട് ചെയ്യും അങ്ങനെയൊക്കെ? അല്ല, ഇതൊക്കെ ആൾക്കാർ പറയുന്നതല്ലേ. നമ്മുടെ കാര്യം നമുക്ക് മാത്രമല്ലേ അറിയില്ല. ഓരോ തവണയും പടച്ചവനെ വിളിച്ചിട്ടാണ് പടം ചെയ്യുന്നത്. ഇതിന്റെ സ്ട്രഗിൾ ഒരിക്കലും കുറയുന്നില്ലല്ലോ. ഇത് ഓരോ പടം കഴിയുമ്പോഴും ഇത് കൂടുതൽ ഡിഫിക്കൽട്ട് ആവുകയുള്ളൂ. ഓഡിയൻസ് ആണെങ്കിലും അവർ കൂടുതൽ ക്രിട്ടിക്കലായിട്ടല്ലേ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇറ്റ് നെവർ ബിക്കംസ് ഈസി. ഇപ്പൊ ഡയറക്ഷൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആക്ടിങ്ങില് ചേട്ടനി വരാൻ പോകുന്ന പ്രോജക്ട്സ് ഒക്കെ ഏതൊക്കെയാ? ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞൊരു പടം, അത് വർഷങ്ങൾക്ക് ശേഷത്തിന് മുമ്പ് ഞാൻ ചെയ്ത, അത് റിലീസ് ആവാനുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഈ മുകുന്ദനുണ്ണിയൊക്കെ ചെയ്ത സമയത്ത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ അങ്ങനെ ഒരു റോള് തെരഞ്ഞെടുത്തത്? ആളുകൾ എങ്ങനെ എടുക്കും എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നോ? എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തതാ. ഡാർക്ക് ഹ്യൂമർ ആയിട്ടുള്ള അത് ആ ക്യാരക്ടറും അങ്ങനെ ആ ഒരു ഞാൻ ചെയ്യാത്ത ടൈപ്പ് ഒരു പടവും. പിന്നെ അതിന്റെ ഡയറക്ടർ എൻ്റെ AD ആയിരുന്നു, അഭിനവ്. അപ്പോൾ അഭി നല്ല കാലിബർ ഉള്ള ആളാണ്. അപ്പോൾ അഭിയുടെ അടുത്തുള്ള വിശ്വാസവും അങ്ങനെ ചെയ്തതാണ്. നമുക്ക് തിരയുടെ ഒരു സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കാവോ ഉടനെ എപ്പോഴെങ്കിലും? അത് ഡിഫിക്കൽട്ടാണ്. അതെ. എനി റീസൺ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അന്ന് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ മുമ്പും എന്നോട് ചോദിച്ചപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അല്ല, ചില ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാർ ഇന്ന് അവരില്ല ഇന്ന്. അപ്പോൾ അവരെയൊന്നും നമുക്കിനി അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ അതിൽ കുട്ടികളായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന പ്രായം ഒക്കെ ആയി. അപ്പോൾ അതേ ക്യാരക്ടേഴ്സിനെ വെച്ചുകൊണ്ട് നമുക്ക് ആ സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ മാറ്റിയിട്ടൊക്കെ ചെയ്യാന്ന് പറയുന്നത് ഞാൻ അതിനെ പറ്റിയിട്ട് അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഓക്കെ, നമ്മളിപ്പോൾ ബാക്ക് ടു വർഷങ്ങൾക്ക് ശേഷം വരികയാണെങ്കിൽ ഇപ്പം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഈ ആക്ടേഴ്സിന്റെ ഒക്കെ ചെറിയ റെഫറൻസ് ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഇവരുടെ താഴത്തെങ്കിലും ഈ കാര്യം പറഞ്ഞത് ലൈക്ക് ലാലേട്ടനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇവരുടെ ഒരു എന്തെങ്കിലും റെഫറൻസ് ഉണ്ട്, അവരോട് ഈ കഥ എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ? അതിന് അവിടെ റെഫറൻസ് ഉണ്ടോ ഇല്ല നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, നമ്മൾ ചില ലുക്ക് റെഫറൻസസ് എടുത്തിട്ടുണ്ട്. പിന്നെ അന്നത്തെ ചില ഇൻസിഡൻസ് വന്നിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു നെയിം വന്ന് ലൈക്ക് അതെങ്ങനെ, ഈ ഒരു പേര് ഇങ്ങനെ ഇടാനായിട്ട് എന്തെങ്കിലും വേറെ റീസൺ ഉണ്ടോ? ഈ ഇത്രയും പഴയകാല കഥ പറയുന്നത് കൊണ്ട് മാത്രമാണോ? കുറേ പേരുകൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ എനിക്ക് ഏറ്റവും നമ്മൾ സ്ഥിരം പറയുന്നതാണല്ലോ വർഷങ്ങൾക്ക് ശേഷം, പെട്ടെന്ന് നമ്മുടെ വായിൽ വരുന്നതാണല്ലോ, അങ്ങനെ നമ്മൾ ഇട്ടതാണ്. ആദ്യം വിനീത് ഇത് പറഞ്ഞപ്പോഴേ എല്ലാവർക്കും എല്ലാവരും കേട്ടപ്പോൾ ഇത് മതി, അല്ലെങ്കിൽ നല്ല പേരാണല്ലോ. ഇപ്പോഴും എവിടെയെങ്കിലും നമ്മുടെ പടത്തിന് വെച്ച് പോകുമ്പോൾ നല്ല ടൈറ്റിലാണ് കേട്ടോ. ആദ്യം ആലോചിച്ച ടൈറ്റിലൊക്കെ ഇച്ചിരി കടുകട്ടിയായിരുന്നു. അപ്പോൾ പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇത്രയും കടുകട്ടിയായിട്ടുള്ള സാധനം നമ്മുടെ ഒരു സിനിമയ്ക്ക് വെക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നതൊക്കെ വീണ്ടും ചങ്ങാതിമാർ എന്നൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷെ അതൊക്കെ
നമുക്ക് പിന്നെ കേട്ടിട്ടുള്ള പോലെ നമുക്കൊരു സുഖം തോന്നിയില്ല. പിന്നെയാണ് പെട്ടെന്ന് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ മൈൻഡിൽ വന്നത്. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ അങ്ങനെ ഒരുപാട് ഉദയനാണ് താരം പോലുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലെ പുതുമ എന്തായിരിക്കും മെയിൻലി? ഇതില് ഉദയനാണ് താരം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. ഉദയനാണ് താരത്തിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ആ രീതിയിൽ സിനിമയ്ക്കുള്ള ഉള്ളിലെ സിനിമ എന്നുള്ള രീതിയിൽ ഡെഫിനറ്റ്ലി ഉദയനാണ് താരം ഭയങ്കര ഇൻസ്പിറേഷനാണ്. അപ്പോൾ ആ കാലഘട്ടമാണല്ലോ ഉദയനാണ് താരം പോർട്രേ ചെയ്തത്. അന്നത്തെ ആ സിനിമ വന്ന കാലം, നമ്മുടെ സിനിമ എന്ന് പറയുന്നത് 70s തുടങ്ങി, ഏർലി 70s, ലേറ്റ് 70s, ലേറ്റ് 80s, ഏർലി 80s, പിന്നെ ലേറ്റ് 80s, പ്രസന്റ്, ഇങ്ങനെ പല സ്പാൻ ഓഫ് ടൈമിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് കാലഘട്ടം കാണിക്കുന്നുണ്ട്. അതെ, അന്നത്തെ കാലവും ഇന്ന് ഇപ്പൊ സിനിമ നിൽക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, രണ്ടും കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണല്ലോ, വേറെ രീതിയിലാണല്ലോ. അപ്പൊ ഈ കാലഘട്ടത്തിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നൊരു സിനിമ എന്നുള്ള രീതിയിൽ അതിന്റെ ഒരു പുതുമ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊരു കംപ്ലീറ്റ് ജോണർ പറയുകയാണെങ്കിൽ ഒരു കോമഡി ആയിരിക്കോ അതോ ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്യുന്ന ടൈപ്പ് ഒരു സ്റ്റോറി ആയിരിക്കോ? ഓൾ ഓഫ് ഇറ്റ്, എല്ലാം ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറയാം അല്ലേ? പാക്കേജ് എന്ന് ഒരു സിനിമയെ വിളിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഒരു ഹോൾസം ഫിലിം എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫീൽ. എല്ലാം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യം, ഞാൻ ലാസ്റ്റ് ഡേ വിനീതേന്റെ ഒരു ഇൻസ്റ്റാ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ആനിവേഴ്സറി കിട്ടുന്നതാന്ന് തോന്നുന്നു. വൈഫ് അവിടുന്ന് ഫ്ലൈറ്റിൽ വന്നിട്ട് നിങ്ങൾ ഒന്നിച്ച് മലർവാടി കാണുന്നത്. അപ്പോൾ ആ ഒരു പോസ്റ്റ് എഴുതുന്ന സമയത്തൊക്കെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എനിക്ക് ഒന്നുകൂടെ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യണം, ലൈക്ക് അങ്ങനെയൊക്കെ ഒരു പെട്ടെന്ന് അതൊക്കെ എന്താ മിസ് ചെയ്യുന്നുണ്ടോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ? ഇല്ല, അങ്ങനെ ഞാനതൊരു നല്ല ഓർമ്മ എന്നുള്ള രീതിയിൽ. ഇപ്പോഴും അത് അമ്മയ്ക്ക് അറിയില്ല എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ദിവ്യയുടെ അമ്മയ്ക്ക് അറിയില്ല, ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ, ഞാൻ എഴുതിയുണ്ട്. അപ്പൊ അത് നമ്മുടെ ലൈഫിൽ അങ്ങനെ രസമുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓർക്കുമ്പോ രസമാണല്ലോ. ഇപ്പൊ ഭയങ്കര ഒരു മോശാവസ്ഥയിലാണെങ്കിലല്ലേ നമ്മൾ അന്നത്തെ കാലം ആലോചിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോഴും നല്ലതാണ്, പേഴ്സണൽ ലൈഫ് നന്നായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമ വിഷു പെരുന്നാൾ റിലീസാണ്. അപ്പോൾ നിങ്ങളുടെ വിഷു വിശേഷം ഇതല്ലാണ്ട് വേറെ എന്താ ഉള്ളത്? ഞങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ. എല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കാണണം, പറ്റുമെങ്കിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണണം. അതെ, അപ്പൊ എന്തായാലും വിഷുവും പെരുന്നാളും എല്ലാം അടിപൊളിയാവട്ടെ, നമ്മുടെ സിനിമയും ഒരു അടിപൊളി സക്സസ്ഫുൾ മൂവി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.